നിയമപ്രകാരം അല്ലാത്ത മുന്നറിയിപ്പ്, ഹെഡ്സെറ്റ് ഉപയോഗിക്കാത്തത് മൂലമുണ്ടാകുന്ന മാനഹാനിക്ക് ഞങ്ങൾ ഉത്തരവാദികളാകുന്നതല്ല. ഹലോ, പറയടാ. എടാ അളിയ, വർക്കല ന്യൂ ഇയർ പാർട്ടി ഫ്രീ ടിക്കറ്റ് പോയാലാ? ഇല്ലടാ. വാടേ, ന്യൂ ഇയർ അല്ലേ, ഇഷ്ടം പോലെ പെമ്പിളാരാണ്. നീ എന്തോ ഞാനില്ല, നിങ്ങൾ പോയിക്കോ. ഹായ് ഗൈസ്, ഇതെന്റെ കഥയാണ്. ഞാൻ ഷിൽസൺ. ഷിൽസൺ. എൻ്റെ പേര് ആദർശ്. ഷാദിൻ. പുതിയ അഡ്മിഷനാ. ഷിൽസൺ. തുടച്ചില്ലായിരുന്നല്ലേ? ലാസ്റ്റ് ബോളാ, നോക്കിക്കണേ. നീച്ചോ, അങ്ങോട്ട് പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അടിക്കത്തില്ല അടിക്കത്തില്ല. ഈസി. ഒരു ബോളി 5 റൺ മതിയേ. നോക്കില്ല, ഈസിയാണ്. അയ്യോ, ഇത് പന്ത്. ചേട്ടാ ഒന്ന് നോക്കിയായിരുന്നു. നോക്കിക്കാ, ബോൾ എടുക്കാൻ പറ. ആ ചേട്ടനോട് എടുത്തു തരാൻ പറ. ചേട്ടാ ഫോൺ വെച്ചിട്ടൊന്ന് നോക്കിയാ. എന്തോ ഈ കാണിക്കുന്നേ? ഓ, ഇൻവെർട്ടർ വേണ്ടി ആരും നോക്കുന്നില്ല. നിന്ന് കളവി കഴിക്കാതെ ചേട്ടനോട് ബോൾ എടുത്തു തരാൻ പറടാ. ഓ, യവനെ കൊണ്ടൊന്നും പറ്റില്ല. ചേട്ടാ ബോള്, ആ ബോള്. ഇക്കാലത്ത് ഞങ്ങളൊരു കോമഡിയാണെന്നറിയാം. പക്ഷേ നിങ്ങൾ ചിരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് നീ? നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റാ. എല്ലാരും പറയും, മോനെ നീ മാറണം, ആളുകളുമായിട്ട് മിങ്കിളാവണം, സ്മാർട്ട് ആവണമെന്നൊക്കെ. പക്ഷേ എനിക്ക് ഞാനായിരിക്കാനല്ലേ പറ്റൂ. ഞാനിങ്ങനെ എനിക്കൊരു പ്രശ്നവുമില്ല. അയ്യോ, ഇവനും പെണ്ണോ? ഓ, എല്ലാവർക്കും പെണ്ണായിട്ട്. അല്ല, ഒരു പ്രശ്നമുണ്ട്. എനിക്കിനി എത്ര ലോക്ക്ഡൗൺ വേണമെങ്കിലും നേരിടാം. പക്ഷേ ഒരു പെണ്ണുമായിട്ട് എനിക്ക് മിണ്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, കള. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കും. നോക്കിയാടാ, അവള് കൊള്ളാല്ലേ? കൊള്ളാം, പക്ഷെ നീ നോക്കണ്ട. എന്താണോ ആര്? ഇവിടെ ആളുണ്ട്. ഇവിടെ ആളുണ്ടോ? ഇല്ലില്ല. ഓ സോറി. നല്ലൊരു കൊച്ച്. ഇതപ്പം ചോദിക്കാം, കിട്ടുന്നതല്ലോ. ഹായ്. ഹായ്. എന്തെങ്കിലും ചോദിക്കണോ? പേര് ചോദിക്കാം. പേരെന്താ? ഐശ്വര്യ. ഓ, നല്ല പേര്. അല്ല, സച്ച് സ്വീറ്റ് നെയിം.
ഈ കോളേജിൽ അതിൽ 10 ഐശ്വര്യ കാണും, ശരിക്കും ഫ്ലേർട്ട് ചെയ്യാൻ പോലും അറിയില്ല. അല്ല വേണ്ട. വീട് എവിടാ? കൊല്ലം. ഓ സച്ച് എ സ്വീറ്റ് പ്ലേസ്. എന്താ ചോദിക്കും, വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ? ഓ വേണ്ട. ഓ അച്ഛൻ്റെ പേര് വെച്ചാലോ? ഓ വേണ്ട, അതും വേണ്ട. ഓ കമ്മോണ്ടറാ മൈൻഡ്. എന്തേലും ചോദ്യം എന്താ? ഒന്നും കിട്ടുന്ന കുട്ടിയുണ്ടോന്ന് ചോദിച്ചാലേ? അയ്യോ വേണ്ട, ഒന്നും വേണ്ട. ഒന്നും കിട്ടുന്ന ദൈവമേ, എന്തേലും താ ചോദിക്കുക. അല്ലേ വേണ്ട, വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് തന്നെ ചോദിക്കാം. അതാ കറക്റ്റ്. വീട്ടിലാരൊക്കെ? എന്താ എൻ്റെ പ്രശ്നമൊന്ന് ഇപ്പൊ പിടിയിട്ടില്ലേ? ബാക്കിയൂടെ കണ്ടു നോക്ക്. ഈ തൊള പിന്നെയും വലുതായ ക്ലിപ്പ്. ഈ ഷഡിട്ടാണാ നീ ഡേറ്റ് പോകാൻ പോകുന്നത്? എടാ ഈ ഡേറ്റിനൊക്കെ പോകുന്ന സമയത്ത് മിനിമം കാൽവിൻ ക്ലെയിനോ അല്ലെങ്കിൽ ജോക്കി ഒക്കെ ഇടണം. അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനിൽ ആ പെണ്ണ് മനസ്സിലാവും നീ ഒരു ഗതിയില്ലാത്തവനാണ്. പിന്നെ ഒന്നും നടക്കില്ല. അയ്യോ പണി പാടോ. ഇതിനൊക്കെ ഭയങ്കര വിലയാണല്ലോ. അവിടെ എന്തുവാ? ഇപ്പൊ തരാവേ. ഷഡ്ഡിയല്ലേ ഇത്? ജോക്കി, ഇത് മതി, ഇത് മതി. അയ്യോ അമ്മേ, അയ്യോ ശ്രേയ പോവല്ലേ? ഇത് ഞാനൊരു പൊളിക്കാൻ സീറ്റിയായിട്ടൊരു കരക്ക് കരക്കണം. എന്താടാ കിതക്കുന്നത്? ഡേറ്റിനുള്ള എക്സസൈസ് ആണാ? കഴിവുള്ളവരങ്ങനെയാടാ, ഡേറ്റിനും പോവും എക്സസൈസും ചെയ്യും. കഴിവില്ലാത്ത നിന്നെ പോലുള്ള ഇവിടെ ഇങ്ങനെ ഫോണും തോണ്ടി ഇരിക്കും. എന്നിട്ട് നീ എത്ര ഡേറ്റിന് പോയി? എടാ അവന് പറയാനെങ്കിലും ഒരു പെണ്ണുണ്ടായിരുന്നു. നിനക്ക് ആരുണ്ട്? എടാ എനിക്കും ഉണ്ടായിരുന്നു. ഏത്? 3ാം ക്ലാസ്സിൽ മറ്റേ വെക്കേഷന് മുമ്പ് ഐ ലവ് യു പറഞ്ഞ കുട്ടിയാ. സ്കൂൾ തുറന്നപ്പോത്തിന് ഓള് സ്കൂള് മാറിപ്പോയി. ഓൾ ഏതാ ആരാ എന്തേലും അറിയാം എനിക്ക്? ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. വട്ടത്തിൽ നോക്കും. ഹലോ, ഓയ് എവിടുക്കാ? അവിടെ എത്തി? കോള്. ഒരു കോളും ഇല്ല. ഈ റിംഗ് ടോണ്ടല്ലേ എനിക്കറിയാം. ഓ തൂക്കി. അപ്പൊ എന്ന് തൂക്കി എനിക്ക് ഉണ്ടായിരിക്കുന്നേ നല്ലത്. ഡേ ഷിൽസ, നീ ഇങ്ങനെ ഈ പെമ്പിഷൻ വരുമ്പോൾ ഓടിപ്പോകാൻ നിൽക്കരുത്. എടാ ഈ പെമ്പിള്ളേരെ സെറ്റാക്കണമെങ്കിൽ മിനിമം അവരോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും വേണം. അല്ലാത്തവർക്കും സെറ്റായ ചരിത്രമുള്ളടാ. ഉണ്ടറാ, എനിക്ക് ധൈര്യമുണ്ട്. എന്നാ നീ പോയി പറടാ. അവളെ പേരാ പറഞ്ഞ 3 ഫസ്റ്റ് ആയില്ലേ? ഒന്ന് കാണട്ടെ. പറയും. അല്ല അതിനുള്ള കമ്മിറ്റഡ് ആണെങ്കിലോ? അവള് കമ്മിറ്റഡ് അല്ലടാ. നീ തരായി പറടാ, ഞങ്ങളുടെ കൂടെ. അല്ല ഇവനേതാ? അവൻ 5/7 ആദിത്യ വർമ്മ ബോക്സറാ. ഇപ്പൊ രാജഭരണമായിരുന്നെങ്കിൽ രാജാവാവേണ്ട ആളാണെന്നാ വെപ്പ്. എടാ ഇവൻ കുറച്ച് സീനാട്ടാ. പെൺപിള്ളേരെ കളിക്കാൻ ഇവ എക്സ്പെർട്ടാ. നീ ഭയങ്കര മുട്ടിക്കും. നേടാവും പോടാ. ചെല്ല് ചെല്ല്. അപർണയല്ലേ? അതെ. അപർണ, എനിക്ക് തന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. ഓ പറഞ്ഞോ. എനിക്ക് തന്നെ ഇഷ്ടമാണ്.
അയ്യോ ചേട്ടാ, ഞാൻ മാരീഡാണ്. മാരീഡാ? അല്ലല്ല, അവനക്ക് ധൈര്യമൊക്കെ ഉണ്ട്. അന്ന് മറ്റേ അപർണനെ പ്രപ്പോസ് ചെയ്തോളൂല്ലേ? ആ കല്യാണം കഴിഞ്ഞ പോയല്ലേ? എന്താണ് ഇവിടെ കുറെ നേരം തുടങ്ങിയിട്ട് ചെക്കനെ കളിയാക്കാൻ? നിർത്ത്, മതിയാക്കി. ഇവനാണ് അസലം. പെണ്ണു വിഷയത്തിൽ എന്നെ പോലെ വട്ടത്തിൽ ഊക്ക് വാങ്ങുന്നവനാണ് ഇവൻ. കാരണം ഇവനും ജന്മനാ സിംഗിളാണ്. പെണ്ണിന് പകരം കരാട്ടെ സ്നേഹിച്ചവൻ. ബട്ട് ദിസ് വാസ് എ ബാഡ് മൂവ്. വട്ടത്തിൽ ഊക്കുന്നതിനിടയിൽ ഊക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്ത ആ സപ്പോർട്ട് ചെയ്തവനെ വട്ടത്തിൽ ഊക്കും. അതാണ് ഊക്ക് നിയമം. കണ്ടറിയണോ അസ്ലമേ, നിനക്കെന്താവുമെന്ന്. എടാ ഷിൽസ, നീ ഒരു 3 വർഷം വെയിറ്റ് ചെയ്. നിനക്ക് പറ്റിയ നല്ല കീടിലും പെങ്കുവച്ചിനെ നിന്റെ വീട്ടുകാർ കണ്ടെത്തി തരും. അല്ലാതെ നിനക്കതിന് കഴിയില്ലല്ലോടാ. നീയും പക്ഷെ ഓക്കേതാണേലും ഐഡിയ കൊള്ളാം. റൊമാൻറ്റിക്കാ? ആരാ വേറെ റിന്റ് കൊടുക്കാതല്ലേ? ജൂനിയർ വെച്ചാടാ. എടാ മോനെ, നീയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. ഇനി ഇതിന്റെ ഉപ്പ് എനിക്ക് ഇട്ടാവുമല്ലോ. കണ്ടുപടി ശിൽസ, അസ്ലമിന് വേറെ ലൈന് സെറ്റ്. പ്രെഡിക്റ്റബിൾ. നീ ഒരു കാര്യം ചെയ്യും, നീ വല്ല ടിൻഡറോ അല്ലെ ബമ്പിളോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അതേ നടക്കുള്ളൂ. നീ കണ്ടാ ചെറുക്ക് ഓയോരെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നീ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇനി എന്തേലും പറയാതെ രക്ഷയില്ല. എടാ ഈ ആണുങ്ങൾക്ക് ജീവിക്കാൻ പെണ്ണുങ്ങൾ വേണമെന്നൊന്നുമില്ല. ഞാനേ സിഗ്മ സിഗ്മയുടെ വണ്ടി അഴിച്ച് പോണായിരുന്നു. അത് വേണ്ട. വേറെ ഉണ്ട്. എടാ, ഈ ഓൺലൈൻ ഡേറ്റിംഗ് ഒന്നും അത്ര സേഫ് അല്ല. എടാ, പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ അനന്തു, പുള്ളി ഇതുപോലെ ഫേസ്ബുക്ക് വഴി ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. എന്നിട്ട് ഡേറ്റിങ്ങിന് പോയി. ഫേസ്ബുക്ക് അല്ലേ, അത് വല്ല അശ്വതി വെച്ചോ? ഒന്ന് പറഞ്ഞോട്ടറാ. എന്നിട്ട് അവർ ഓയോയില് റൂം എടുത്ത്. അല്ല, അതിനന്നോട് പോയോ? ഓയോ അല്ല, ലോഡ്ജില് മുറിയെടുത്ത്. എന്നിട്ട് അവര് രാത്രി ഒരുമിച്ചായിരുന്നു. പരിപാടികളൊക്കെ കഴിഞ്ഞ്. പക്ഷേ രാവിലെ എണീറ്റപ്പോ അവളെയും കാണാനില്ല, അവിടെ ബാഗും കാണാനില്ല. കാശെല്ലാം കൊണ്ടുപോയാ? എടാ, കാശൊന്നും പോയില്ല, കാശൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എടാ, അതൊന്നും അല്ല. അവൻ അവിടെ ഒക്കെ തപ്പി അവസാനം ബാത്റൂമിൽ കേറി നോക്കിയപ്പോ സൂയിസൈഡ് ചെയ്താ? ചുമ്മാ ഇരിടാ. ബാത്റൂമിൽ കേറി നോക്കിയപ്പോ മണ്ടന്മാര് വിശ്വസിച്ചു. അതാ ഞാൻ പറഞ്ഞേ. പിന്നെ ഈ കോണ്ടം പോലും അത്ര സേഫ് അല്ല. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുവരെ നേരിട്ട് കാണാത്തൊരുത്തി ഓയോ ഡേറ്റിന് വിളിച്ചേക്കുന്നു. സംതിങ് ഫിഷി. നീ പേടിക്കൊന്നും വേണ്ട, അവൻ ചുമ്മാ പറയുന്ന അവന് കിട്ടാത്തതിന്റെ ഒരേ പ്രശ്നം. ചെറുക്കനെ അമ്മക്ക് ഫുഡ് കഴിക്കാൻ പോകും. പെണ്ണുള്ളമാരായിട്ട് ജീവിക്കാൻ കാര്യമുണ്ടെന്നാ തോന്നുന്നേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അവളാണല്ലോ മെസ്സേജ്. ചേട്ടാ, പ്രൊട്ടക്ഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ബില്ല് കഴിച്ചോളാം. ബ്ലോക്ക് ഇവിടെ ഇല്ല. ബ്ലോക്ക് എൻ്റെ അമ്മേ. അമ്മ പോയാ? ഡേയ്, ഞാനുണ്ട്. ഷട്ടി. എടാ, എന്റെ ഷട്ടി ഉണ്ടോടാ? ഞാൻ കണ്ടൊന്നുമില്ല. പിന്നെ അവൻ്റെ ഒരു ഷഡ്ഡി. എടാ, നീ എന്റെ ഷഡ്ഡി എടുത്താ? നിന്റെ ഷഡ്ഡി ഒന്നും വെറുതെ എഴുതാൻ പോലും ആരും എടുക്കത്തില്ല. പോടെ. അടാ, ഇന്റെ നെഞ്ചത്ത് കൊടുത്തോ. അന്റെ ആ ഷെഡിന്റെ തിരോധാനം ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കണതേ നാണക്കേടാ. ഞങ്ങളൊക്കെ ആവശ്യത്തില റെന്റ് ഷെഡി. എടാ, എങ്കിൽ ഒരു ഷഡ്ഡിയാടാ, കടവായിട്ട് മതി, തിരിച്ചു തരാം. ഇനി ഷെഡ് കൂടെ നമുക്ക് തരാടാ. ഇത് കേൾക്കണം. എന്റെ ഷർട്ടും പാൻറ്റും ഇട്ടാണ്ട ഓൻ കോളേജിൽ പോയത്.
ഞാൻ ഷർട്ട് ഇവിടെ ഇസ്തിരി ഇട്ടേക്കും, ഓനെ എടുത്താണ്ട് കോളേജിൽ പോകും. പഴയ ഷർട്ട് ഇട്ട് പോവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ഫ്രഷേഴ്സ് ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഷർട്ട് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഇടുന്നതിന് മുമ്പ് അത് ഇട്ടാണ്ട് ഓൻ കോളേജിൽ പോയി. ഞാനിപ്പോ അതിട്ട് പോകുമ്പോ ഓന്റെ ഷർട്ടല്ലേ എന്ന് ആൾക്കാർ ചോദിക്കല്ലേ. എന്തടാ ഒരു ഷർട്ടല്ലേ, കിഡ്നി ഒന്നും അല്ലല്ലോ. ആളാ ഇനി കിഡ്നി കൂടി തരാൻ എന്താ ഷഡ്യാ ആ. പുറത്ത് ചെളി കിടക്കുന്നുണ്ട്, വേണിപ്പോ എടുത്തോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലേ, ഞാൻ ക്ലിപ്പ് ഇട്ട് വെച്ചതാണല്ലേ. എന്റെ ഷഡ്ഡി ഷെയ്ഡ് എവിടെ, ഇത് എവിടെ, ഇത് തേ കിടക്കുന്നു. അയ്യോ, ഇനി ഞാൻ എന്തോ ഇടും. എന്നാലും ഇത് എങ്ങനെ, ഞാൻ ക്ലിപ്പ് ഇട്ടതാണല്ലേ. ഈ ക്ലിപ്പ് ആ ഇത് തന്നെ ഞാനിട്ട ക്ലിപ്പ്. ഈ കൊച്ചുമയിരിനെ എന്നെയാ. എടാ എവിടാ കുരിപ്പ്? അവൻ കുളിക്കാൻ കയറി. മനസ്സാകെ എന്തോ പറ്റി എന്നെയും ചുറ്റിയലഞ്ഞേ. അക്ഷയ് മോനെ ഓ കുളിക്കുവാണാ? ആ ചേട്ടാ കുളിക്കുവാ. നിന്നെ ഞാൻ കുളിപ്പിച്ചെടുത്താടാ, ഇങ്ങോട്ട് ഇറങ്ങി വേണ. എന്താ ചേട്ടാ? ആരോട് ചോദിച്ചിട്ടാടാ നീ എന്റെ ഷഡ്ഡി കിടന്ന ക്ലിപ്പ് എടുത്ത് മാറ്റിയേ? അത് പറഞ്ഞ് ചെളി പോയി വീണ്. അയ്യോ ചേട്ടാ, ഞാൻ അതപ്പോഴത്തെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് എടുത്തതാ. ചേട്ടൻ വേണേ ഒരു കാര്യം ചെയ്തോ, എന്റെ ഷഡ്ഡി എടുത്തോ. നിന്റെ ആ തുള വീണ ഷഡ്ഡി ഇല്ലേ, അത് നീ തന്നെ വെച്ചോ. അയ്യോ അതല്ല, എന്റെ ഷെൽഫില് പുതിയ ഒരെണ്ണമുണ്ട്, ഒരു ജോക്കി. ആ എടുത്തോ. ജോക്കിയ നിനക്ക? ജോക്കി എങ്കി ജോക്കി, എങ്കി ഓക്കെ. ജോക്കി ജോക്കി ജോക്കി, ഹായ് ജോക്കി. ജോക്കി തന്നെ പുതിയത് തന്നെ ആണോടേ? പുതിയതല്ലേ സാറില്ല, ജോക്കി ജോക്കി ഒരെണ്ണത്തി. എന്തൊരു സുഖം. ഇനി ഷർട്ട് പാൻറ്. ഇവിടെ ഒന്ന് പെട്ടെന്ന് വളാൻ മുരട്ട് പൈസ പൊരിക്കും നമ്മളെ. അവരെന്തോ മൂക്കി കയറ്റു. മിസ് വന്നു? ഇല്ലല്ല, ഇരുന്നിരുന്നു. മിസ് ഒന്നുമില്ല. നിന്ന് വന്നല്ലേ. എടാ അതെ, എല്ലാരും എന്നെ തന്നെ വായി നോക്കുന്നവല്ലേ. നോക്കിയാ? ഹായ്. ഹായ്. നിന്നോടല്ല, നിന്നോട്. Hi Shilsa. You're looking very cute today. ഷിൽസനല്ലേലും ക്യൂട്ട് അല്ലേ? ഷിൽസ, ഈവനിങ് ഫ്രീ ആണോ? നമുക്കൊരു കോഫി അടിക്കാൻ പോയാലോ? ഫ്രീ ആണ്, പോകാം. ആ, എന്നാ എൻ്റെ കൂടെ ലഞ്ച്. ഞാൻ വീട്ടിൽ നിന്ന് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം. അത് വേണ്ട, നമുക്ക് പുറത്ത് പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാം. ഷിൽസ, ഈവനിങ് മറക്കല്ലേ? ഷിൽസൺ ബീഫാ ഇഷ്ടം? അല്ലല്ല, ചിക്കനാ ഇഷ്ടം. ഷിൽസ കോഫി അടിക്കാൻ ബീഫല്ലേ? ഷിൽസ കോഫി എൻ്റെ കൂടെ ആയോ? ഇല്ലില്ല, ഇന്ന് എൻ്റെ കൂടെ ഗുഡ് മോർണിംഗ് മിസ്. പെണ്ണും പിള്ളിക്ക് വരാൻ കണ്ടൊരു നേരം ആയിരിക്കും. ഈ ഫ്രണ്ട് ബെഞ്ച് ആർക്കും ഒഴിച്ചിട്ടേക്കുക. ഷിൽസൻ വാ, ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഓ ഈ തൊള്ളയുടെ കാര്യം ചിരികളാ. ഷിൽസ, ഷർട്ട് നന്നായിട്ടുണ്ട്. ഇതെന്ത് മലര്?